സസ്പെൻഷന് പിന്നാലെയും സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവും വിമർശനവും തുടർന്ന് IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ വി അശോക് സസ്പെൻഷൻ ഉത്തരവ് മേശപ്പുറത്തിരിക്കട്ടെയെന്നും കോടതിയിലേക്കോ ട്രൈബ്യൂണലിലേക്കോ പോകില്ലെന്നും വി അശോക് പറഞ്ഞു. തന്നോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടപ്പോഴാണ് സർക്കാരിന്റെ പ്രതികാരമെന്നും സ്തുതിപാടി നിൽക്കാനില്ലെന്നും പ്രതികരണം. അപ്പോൾ എന്നോട് ചോദിച്ചാൽ സിവിൽ സർവീസ് DLA റൂൾ അനുസരിച്ച് സസ്പെൻഷൻ വാറണ്ട് ചെയ്യുന്ന ഒരു കോസ് ആ ഓർഡറിനകത്ത് മേക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കോടതിയിലേക്ക് പോകാനോ ട്രിബ്യൂണലിലേക്ക് പോകാനോ ഉദ്ദേശിക്കുന്നില്ല. ഏപ്രിൽ 9 കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പോകുന്ന പോക്കിൽ അവസാനത്തെ റൗണ്ട് ശത്രുക്കൾ എന്ന് സംശയിക്കുന്നവരുടെ നേർക്ക് ഒരു റൗണ്ട് വെടിയുതിർത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു മാത്രം. അങ്ങനെ എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. അത് അംഗീകാരമായിട്ട് കണക്കാക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ അടിമ വേലക്കാരാണെന്നും തന്നെ പുകഴ്ത്തിപ്പാടാൻ മാത്രം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോറസായിട്ട് നിന്ന് എൻ്റെ വാഴ്ത്തുപാട്ട് പാടിത്തരാം, അതല്ലാതെ മറ്റ് യാതൊരു അവകാശവും ഇന്ത്യയിലെ IAS എന്നുള്ളതല്ല സർക്കാർ ജീവനക്കാർക്ക് ഒന്നുമില്ല എന്നുള്ള ചിലരുടെ മനോഭാവത്തിന് ഉത്തമ ഉദാഹരണമായിട്ട് അതൊരു ബാഡ്ജായിട്ട് ആ സസ്പെൻഷൻ ഓർഡർ ഒരു ബാഡ്ജായിട്ട് ഞാനിവിടെ കുത്തുന്നു. അതിന് യാതൊരു നിലനിൽപ്പുമില്ല. അത് അതിൻ്റെ വഴിക്ക് തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും എന്ന് ഉത്തമ ബോധ്യമുണ്ട്. തുടർഭരണത്തിനായി 6 മാസമായി KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നുവെന്നും വി അശോകിന്റെ ആരോപണം. KM എബ്രഹാം സർക്കാരിലെ രണ്ടാമനായി കടമെടുത്ത കിഫ്ബി ഫണ്ട് PR-നായി ഉപയോഗിച്ചുവെന്നും വി അശോക് തുറന്നടിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ, അദ്ദേഹം മുൻപ് നടത്തിയ ചില പരാമർശങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ ഈ സർവീസ് ചട്ടം അദ്ദേഹത്തിന് ബാധകമല്ലേ ശ്രീജിത്ത്? ശ്രീജിത്ത് അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഡോക്ടർ ബി അശോക് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. KM എബ്രഹാമിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. KM എബ്രഹാമിന്റെ നേതൃത്വത്തിൽ IAS കോക്കസ് പ്രവർത്തിച്ചു ഈ സർക്കാരിന്റെ തുടർഭരണത്തിന് വേണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. കിഫ്ബി ഫണ്ട് ഈ സർക്കാരിന്റെ PR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചെന്നിങ്ങനെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തന്നോട് ഏറ്റുമുട്ടി പല കാര്യങ്ങളിലും സർക്കാർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പോണപ്പോക്കിൽ സർക്കാർ തന്നെ സസ്പെൻഡ് ചെയ്തത്. താൻ അതിനെതിരെ കോടതിയെയോ ട്രൈബ്യൂണലിനെയോ ഒന്നും സമീപിക്കുകയില്ല. അത് ജനങ്ങൾ പുറന്തള്ളിയ ഒരു സർക്കാരിന്റെ ഉത്തരവാണ്. അതുകൊണ്ട് അത് മേശപ്പുറത്ത് തന്നെ കിടക്കട്ടെ, പുതിയ സർക്കാർ വരുമ്പോൾ അത് ശരിയാക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പരാമർശം. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായത്. അദ്ദേഹം അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ചട്ടം ഉള്ളതാണല്ലോ ഈ ബി അശോകന്റെ പരാമർശങ്ങളൊക്കെ അതിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്നതായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണല്ലോ ശ്രീജിത്ത്. ഉന്മേഷ, ഇപ്പോൾ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ചട്ടലംഘനം ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനായ ഉദ്യോഗസ്ഥനാണ്. 1998 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ബി അശോക് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം അനുമതിയില്ലാതെ നൽകി എന്നാരോപിച്ചാണ് ഇന്നലെ 4 മണിയോടുകൂടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ സസ്പെൻഷനായ ശേഷം അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ സർവീസ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതല്ല എന്നാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്നതാണ് അതിനുള്ള ആനുകൂല്യം. എന്നാൽ ഈ കാര്യത്തിൽ സർക്കാരിലെ IAS ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ സർക്കാരിനെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിപ്പോൾ അശോകിന്റെ പ്രതികരണത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ക്യാബിനറ്റ് റാങ്കോട് പ്രവർത്തിക്കുന്ന ഡോക്ടർ KM എബ്രഹാമുമായി ബന്ധപ്പെട്ടതാണ്. IAS ഉദ്യോഗസ്ഥരുടെയും ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വകുപ്പാണ്. ഈ വകുപ്പിന്റെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയുമാണ് തീരുമാനമെടുക്കേണ്ടതെന്നാൽ സർക്കാരിന് ബാഹ്യമായിട്ടുള്ള KM എബ്രഹാം ഈ കാര്യത്തിൽ വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ ആയ KM എബ്രഹാം
മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാര പദവി ഉപയോഗിച്ച് തങ്ങളെ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി നേരിടുന്നു എന്നതാണ് അശോകും പ്രശാന്തും അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച കാര്യം. അപ്പോൾ ചീഫ് സെക്രട്ടറി ആകാനും മറ്റ് പദവികൾ ലഭിക്കാനും ഒക്കെ തന്നെ കെ എം എബ്രഹാമിനെ കാണേണ്ടി വരുന്നു എന്നുള്ള ആരോപണം കൂടി ഇന്ന് അശോക് ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയരുന്ന അടക്കം പറഞ്ഞിരുന്ന കാര്യമാണ്. അതിപ്പോൾ അശോക് സസ്പെൻഷനായ ശേഷം തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ പ്രതികരണത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നേരത്തെ മുതൽ കെ എം എബ്രഹാം ഇത്തരത്തിലൊരു രാഷ്ട്രീയ സർക്കാർ ബാഹ്യ ഇടപെടലായി കാര്യങ്ങളെ നടപ്പിലാക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. അതാണിപ്പോൾ ബി അശോക് കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.